കളർ തെറാപ്പിയിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്. കളർ തെറാപ്പി സുതാര്യമാണ്. കുറച്ചുകൂടെ ആൾക്കാർക്ക്, കൊച്ചു കുട്ടികൾക്ക് നമുക്ക് കളറിൽ കൂടി അത്ഭുതകരമായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാകും. സീഡിങ് ചെയ്ത് നല്ല രീതിയിലുണ്ടാവും. പിന്നെ ചില എനിക്കൊരു 6 വർഷം മുമ്പ് ലണ്ടനിൽ നിന്ന് ഒരാൾ വന്നു, ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന അസുഖം. അപ്പം ഇവിടെ തൊടാൻ പോലും മേല, അത്രയും വേദനയാണ് പുള്ളിക്ക്. അപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോലും പുള്ളി അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം ഇതുപോലെയുള്ള രോഗങ്ങൾ അല്ല പ്രശ്നങ്ങളെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് പല്ല് ഒരു ഫാക്റ്റാണ്. അപ്പം ഈ പല്ല് പറിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ ഈ ബ്രെയിനുമായിട്ട് കണക്റ്റഡുള്ളതാണ് ഈ പല്ല് മുഴുവൻ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അണപ്പല്ലുകൾ, പല്ല് ഒരു കാരണവശാലും എടുക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ സാറേ അതേ പല്ല് പറിച്ചതിന് ശേഷമാണ് എനിക്ക് തലവേദന, അവിടെ വേദന, ഇവിടെ തൊടാൻ പോലും മേലാന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ പല്ല് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ നോക്കും, ഒരു മുടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ചുമ്മാ അങ്ങ് പറിച്ച് കളയുന്ന അല്ല. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ സിസ്റ്റമായിട്ട് കണക്റ്റീവായിട്ടുള്ള സാധനമാണ് പല്ലെന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് ഒരു കാരണവശാലും പല്ല് പറിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പല്ല് പറിക്കുന്ന സെക്ഷൻ വരാതെ അപ്പം അതിന് വേണ്ട അവയർനെസ് നമുക്ക് വേണം. പല്ലുകൾ നന്നായിട്ട് ശുദ്ധിയാക്കുന്ന രീതിയിൽ. ഇന്ന് പല ആൾക്കാരും പറഞ്ഞ് ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ ആരും തന്നെ നാക്ക് പഠിക്കുന്നവരുണ്ടോ എന്ന് സംശയമാണ്. അപ്പം പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ടേസ്റ്റ് ബഡുകൾ നശിച്ചു പോകും. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയുന്നത്, ഈർക്കിലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരുമാതിരി ബ്ലേഡിനെക്കാട്ടിലും ഇതാണ്, അത്ര ഷാർപ്പാണ്. അത് പഠിച്ചാണ് നമ്മളൊക്കെ ഇട്ട്, നമുക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇന്നും ടേസ്റ്റ് ബഡൊക്കെ മറ്റുള്ളവരെക്കാളും എത്രയോ നല്ല രീതിയിൽ ഇന്നും ഞാൻ 2 നേരം നാക്ക് പഠിക്കുന്ന ഒരാളാണ്. അപ്പം അത് പറയുന്നവർ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ അറിയേണ്ട അവയർനെസ്സുകൾ, ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പല്ലിന് ഒരു കേടും വരില്ല. പല്ലൊരു ഫാക്റ്റാണ്, മോണ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനെ വല്ലാതെ ബാധിക്കുന്നതാണ്. അപ്പം അത് ഒരുപാട് ഇതുള്ളതാണ്. അതുപോലെ പുകവലി, മദ്യപാനം, അപ്പം ഇങ്ങനത്തെ ഉള്ള ദുശീലങ്ങളുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ മയക്കുമരുന്ന്, അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ സുജോക് തെറാപ്പി എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. ഇപ്പം നമ്മൾ അഡിക്ഷൻ, ഇപ്പം സ്മോക്കിംഗ് എന്ന് പറയുന്നത്, അപ്പം അവർ ഈ സ്മോക്ക് ചെയ്ത് ശീലിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ആ സമയത്ത് അവരുടെ വായിലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ആ ടേസ്റ്റിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് അവർ സിഗരറ്റ് വലിക്കുന്നത്. അപ്പം അത് സിഗരറ്റ് വലി നിർത്താൻ വേണ്ടി അവരെന്ത് ചെയ്യും, ചിലർ ബബിൾക്കം ഇത് അപ്പം ആ തോട്ട് വരുമ്പോൾ ആ തോട്ടിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ ബബിൾക്കം, പിന്നെ ഈ ബബിൾക്കമാണ് അവർക്ക് പ്രശ്നം. ഇത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് കാര്യം വലിയ സ്പോട്ടിൽ നിർത്താൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ രീതിയിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളത് സഹകരിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ആഗ്രഹമുണ്ട്, ഇപ്പം നമുക്കൊരു തെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ ഗൈഡൻസോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുജോക്കിനകത്ത് 100% ഗ്യാരണ്ടിയാണ്. അപ്പം അത് അഡിക്ഷൻ ആയാലും അല്ലല്ല, അത് നമ്മൾ എനർജി ലെവലിൽ മെറിഡിയൻ സെക്ഷനിൽ അത് വളരെ അല്ല, നമ്മുടെ മെറിഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സഞ്ചരിക്കുന്ന മെയിൻ പാത്ത. അപ്പം അതിൽ നമ്മൾ എനർജി കടത്തി വിട്ടിട്ടാണ് ഇപ്പോൾ ഫാസ്റ്റായിട്ട് കൈകളിലേക്ക്. അപ്പം അത് ശരീരത്തിൻ്റെ എൻ്റെ സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, പെട്ടെന്ന് റിസൾട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ കാർഡിയക് അറസ്റ്റ് വന്ന് ഒരാൾക്കാരെ ആദ്യം ചെയ്യുന്നത് എന്താണ്, IC കയറ്റിട്ട് IV ഫ്ലൂയിഡ് കൊടുക്കുന്നു. അതെവിടെ കയറ്റുന്നത്? അപ്പോൾ പെട്ടെന്ന് അങ്ങ് കയറ്റാണ്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളൊരു 4 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ വെള്ളം നമ്മൾ കുടിയും കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഡയറക്റ്റ് നമ്മുടെ വെയിനിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും ഉള്ള ആൾക്കാർക്ക്
ഒരു എനർജി വന്ന ഒരു കുഴപ്പമില്ല എന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ആക്ടിവേറ്റായി. അല്ല കൂടുതൽ ഇഷ്യൂസ് ഉള്ളവർക്കാണ് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അല്ലാത്ത ഒരു മിനിമം ഒരു 60-70% ആൾക്കാരും ഒന്ന് കൊടുത്ത് വാർഡിലേക്ക് മാറ്റി ബാക്കി ഒന്ന് ഇതൊക്കെ ചെയ്ത് കുറച്ച് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ, മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ മാറി. ഇത്രയേ ഉള്ളൂ. അതിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയവരുണ്ടാവും, അതിൽ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ആഴ്ച തന്നെ 2-3 പ്രാവശ്യം ഡയാലിസിസ് ഒക്കെ ചെയ്തു പോകുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ബോഡിയൊക്കെ ഭയങ്കര വീക്കായിരിക്കും, ബോഡി പെയിൻ. അല്ല, നമുക്ക് ഈ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് പോസിബിൾ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ മോക്സിബുഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ഡീജനറേഷൻ, അത് ഓർഗനായാലും ബോഡി പാർട്ടായാലും മോക്സിബുഷൻ ചെയ്ത് ഈ പറഞ്ഞതുപോലെ മെറിഡിയൻ സെക്ഷനിൽ ഹയറായിട്ട് സെസ്കിയോ ട്രൈയോർജിനോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പിന്നെ ഈ കിഡ്നിയുടെ പ്രശ്നങ്ങൾ, അപ്പം നമുക്കൊരു 85% കിഡ്നി ഡാമേജ് ആയിട്ടുള്ള ആൾക്കാരും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന താല്പര്യവും വിശ്വാസവും അതിലൊരു 20% കാണിച്ചു കഴിഞ്ഞാൽ റിക്കവറി പോസിബിളാണ്. നമുക്ക് ആ ക്ഷമയില്ലല്ലോ. കാരണം ഗവൺമെൻറ് മറ്റുള്ള ഹോസ്പിറ്റലാകുമ്പോൾ കിടത്തി അവർ ചികിത്സിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും കിടത്തി ചികിത്സിക്കാനായിട്ട് നമുക്ക് പറ്റില്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിടുവല്ലേ. അപ്പം അവർക്ക് എന്നും വരിക പോകുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട്. ഇപ്പം നമുക്കറിയാം ഡയാലിസിസ് ചെയ്യുന്നത് റിക്കവറി ഇല്ലെന്നറിയാമല്ലോ. അത് അതിനും ഗ്യാരണ്ടി ഇല്ല, അത് എത്രയെന്ന് പറയാൻ പറ്റില്ല. എനിവേ, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്, ഉറപ്പാണ്. അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഈ സുജോഗ് തെറാപ്പി സാധിക്കും, വളരെ നല്ലതാണ്. ഇപ്പം നമുക്ക് മൂവ്മെന്റ് ഇല്ലാത്ത കുട്ടികൾക്ക്, മൂവ്മെന്റ് ഇല്ലാത്ത സ്ത്രീകൾക്ക് മൂവ്മെന്റ് നന്നായിട്ടുണ്ടാവും. അല്ല, അവർക്ക് ആ സമയത്ത് ഭക്ഷണം ചിലപ്പോൾ പിടിക്കാണ്ട് ഛർദ്ദിൽ ഉണ്ടാകുക, ക്ഷീണം ഉണ്ടാകുക, രക്തക്കുറവ് ഉണ്ടാകുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവില്ല. ഫോളിക് ആസിഡിന്റെ കുറവ് അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ. പിന്നെ കുഞ്ഞിനാണെങ്കിലും അതെ, മെന്റൽ സ്ട്രെസ് ഒന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു സമയം കഴിച്ചു കൂട്ടാനായിട്ട് സാധിക്കും. ഈ കളർ തെറാപ്പി, സീഡ് തെറാപ്പി ഒക്കെ ഈ പറഞ്ഞ കളർ തെറാപ്പി വളരെ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റീവാണ്. അപ്പോൾ കളർ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കൈകളിലോ കാലിലോ അല്ലാതെ നമുക്കിപ്പം മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന വീടിന് ഒക്കെ ഈ കളർ തെറാപ്പി യൂസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ കളർ തെറാപ്പി ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ റൂം കളർ അടിക്കേണ്ട പിങ്ക് കളറാണ്. പഠിക്കുന്ന കുട്ടികൾ അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഇതെന്താ ലവിങ് കൈൻഡ്നെസിന്റെ കളറാണ്, പിങ്ക് കളർ. അപ്പൊ എന്താ അവര് മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ അവർക്കൊരു പ്രത്യേക കുളിർമ, ആനന്ദം ഉണ്ടാവും. അപ്പൊ ഓരോ കളറിന് ഇപ്പൊ നമ്മളൊരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നതും ഹാർമണൈസേഷന്റെ കളറാണ്, ഗ്രീൻ കളർ. അതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ ആൾക്കാർ പച്ച കളറ് കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ ഒരു ലൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ്. അതുപോലെ തന്നെയാണ് ബ്ലൂ കളർ നമുക്ക് ലൈറ്റായിട്ട് കൊടുക്കാം, പക്ഷേ ഡാർക്കായിട്ട് ആരും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഡ്രസ്സിലുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലൈറ്റ് കളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക, അത് പേരൻസിനൊക്കെയാണ് നമ്മൾ കൂടുതലാക്കിയിടുന്നത്. ഓരോ കളറും നമ്മൾ അതിൻ്റെ ഇതുണ്ട്. പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ് കോഡ് വരെയുണ്ട്, ഓരോ കളറ്. ഇപ്പം നമുക്ക് ചുമയുള്ളപ്പം ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് നമ്മൾ യെല്ലോ കളർ കോമ്പിനേഷൻ ഇടാൻ പാടില്ല, ഹ്യൂമിഡിറ്റി കൂടും. അപ്പം നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾ ബ്ലാക്ക് കളറ്, അതുപോലെ ബ്ലൂ കളറ്, ഡാർക്ക് ഗ്രീന് ഇത് ഇട്ട് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ സെഡേറ്റ് ആവും, ക്ഷീണം കൂടും. അപ്പം നമ്മൾ എന്ത് കളർ ഇടണം? അപ്പം നമ്മൾ ഓറഞ്ച് കളർ, റെഡ് കോമ്പിനേഷൻ കളറുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് കൂടും, എനർജി കൂടും. അപ്പം ഇങ്ങനെയുള്ള കുറേ ഉണ്ട് സാധനങ്ങൾ, ഒരുപാടുണ്ട്. സാമ്പത്തികമായിട്ട് ഉയരണമെങ്കിൽ ഏത് കളറായിരിക്കും പറ്റിയത്? സാമ്പത്തികമായിട്ടൊരു മെച്ചല്ലെങ്കിൽ ഇപ്പം അങ്ങനെയായിട്ട് നമുക്ക് ഇതിനകത്ത് അത് സുജോക്കിന്റെ ഫെങ്ഷി ഉണ്ട്, സുജോക്ക് ഫെങ്ഷി ഉണ്ട്, ചൈനീസ് ഫെങ്ഷി ഉണ്ട്, പ്രാണിഹീലിന്റെ ഫെങ്ഷി ഉണ്ട്. അപ്പൊ ആ ഫെങ്ഷി നമ്മൾ പഠിക്കണം. അപ്പൊ അതിലാണ് നമുക്ക് ഈ പ്രോസ്പെറിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളും ഈ പറയുന്ന ട്രീറ്റ്മെന്റിനകത്ത് നമ്മൾ അതൊന്നും
അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീഡ് തെറാപ്പി ഉണ്ട്, കളർ തെറാപ്പി ഉണ്ട്, പിന്നെ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള മസാജിങ് കാര്യങ്ങളും, പിന്നെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് തെറാപ്പി ഉണ്ട്, മെർഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള തെറാപ്പി ഉണ്ട്. മെർഡിയൻസിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ നേരിട്ടും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സാറിന്റെ വീട് തൃപ്പൂണിത്തുറയുണ്ട്, അവിടെ വെച്ചിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അല്ലാതെ ഓഫ്ലൈൻ ക്ലാസ് പല സ്ഥലങ്ങളിലും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാർ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഈ പഠിക്കുന്നവർക്കൊക്കെ തന്നെയും അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ എഫക്റ്റീവായിട്ട് തോന്നിയിട്ട് അങ്ങനെ സാറിനോട് വിളിച്ച് പറയാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവരങ്ങനെ അവർ എഫക്റ്റീവ് ആണെന്നുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ട്. സാറിന് അങ്ങനെ നേരിട്ട് അനുഭവമുള്ള, ഇപ്പൊ സാറിന് ശിഷ്യന്മാർ കാണുമല്ലോ, ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നല്ല അനുഭവം ഉള്ളവരാണ്. ഇപ്പൊ നമ്മള് പഠിക്കാതെ തന്നെ നമുക്ക് ഒരാൾക്ക് ഒരു പോയിന്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവര് റിസൾട്ട് ഉണ്ട്. സാറ് യാത്ര ചെയ്യാൻ പോകുന്നിടത്തൊക്കെ ഈ ടൂൾസും കാര്യങ്ങളുമായിട്ടായിരിക്കും എപ്പോഴും പോയിക്കലുണ്ടോ? ഇന്നിപ്പം ട്രെയിനിൽ തന്നെ 2 പേർക്ക് ട്രീറ്റ്മെന്റ് ആണല്ലേ ചെയ്തിട്ടാ വന്നേ. അപ്പം സാറിന് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു മേഖലയിൽ ട്രീറ്റ്മെന്റ് കാര്യം കൊടുക്കും. സാറിന് എപ്പോഴെങ്കിലും എനർജി ലോസ് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, നമുക്ക് എന്നാലും എനർജി ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഫാക്ടർ, നമുക്ക് കുറച്ച് മെഡിറ്റേഷൻ, അല്ലാതെ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ്, സോഷ്യൽ, ഫാമിലി, സ്പിരിച്വൽ ഉണ്ടല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ എടുത്തു, കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ആൾക്കാരെ നോക്കുന്നു, റെസ്റ്റ് ഇല്ല, തീർച്ചയായിട്ടും നമുക്കൊരു തളർച്ച ഫീൽ ചെയ്യുമല്ലോ. അപ്പം നമ്മൾ എവിടെ കൺട്രോൾ ചെയ്യണോ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യില്ലെങ്കിൽ പറ്റില്ല. അതൊരു ഫാക്റ്റാണ്. അല്ല, അത് നമ്മൾ ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് കൺട്രോൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ല, അത്രയും എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെ അതനുസരിച്ചുള്ള റെസ്റ്റിങ് നമുക്ക് വേണം. നമുക്കൊരു എന്നാലും ബോഡിക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? ആ റെസ്റ്റ് ഇല്ലാതെ നമ്മൾ പിന്നെയും പോയി കഴിഞ്ഞാൽ അത് വേറെ ഒരു പ്രശ്നത്തിലേക്കല്ലേ പോകുള്ളൂ. അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ ഡെയിലി റൂട്ടീൻ കൃത്യമായിട്ട് പ്രോഗ്രാമുകൾ ചെയ്യുക. ഇപ്പോൾ കുറച്ചൊക്കെ നമ്മളെന്താ പറയുക, കൂടുതലായിട്ട് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത്ര സമയത്ത് നിർബന്ധമായിട്ട് ഈ സമയത്തിനുള്ളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അല്ല പിന്നെ അതുപോലെ രാത്രിക്കൊക്കെ വരാൻ പറ്റുള്ളൂ. 1-2 കൺസൾട്ടേഷൻ നമ്മൾ രാത്രി എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അത് എൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എടുക്കില്ല. അപ്പോൾ ഈ സുജോഗ് തെറാപ്പി സാർ ചെയ്യുന്നതിൽ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ള എന്ത് കാര്യമാണ്? അല്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് വെല്ലുവിളി എന്ന് പറയുന്നത് പ്രോബ്ലം ഉള്ള വ്യക്തികൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു വരുന്നു. അപ്പോൾ അതാ ഞാൻ അഗൈൻ പറയുന്നു, ഇപ്പം നമ്മളൊരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഒരു 100-ൽ ഒരു 20% താല്പര്യം, സപ്പോർട്ടും, എനിക്ക് എൻ്റെ അസുഖം മാറണം, അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗവും മാറും. അതിന് യാതൊരു എന്തുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു ഇതിലേക്ക് 20% ഫോക്കസ് ചെയ്ത് അതിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടായിരിക്കും തോന്നിയിട്ടുള്ളത്? അല്ല, അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, മെഡിക്കൽ സയൻസിനോടുള്ള നമ്മുടെ അന്ധമായിട്ടുള്ള വിശ്വാസം. പിന്നെ ഫാക്ട് എന്ന് പറയുന്നത് അവരതുപോലെ വർഷങ്ങളോളം നിരീക്ഷണങ്ങളും ചെയ്ത് പഠിച്ചു വരുന്ന ആൾക്കുള്ള അതുപോലെ പൈസ ചിലവാക്കി വരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽസ് അതുപോലെ ഓരോ ദിവസം ഹോസ്പിറ്റൽസ് കൂടുന്നല്ല, ഹോസ്പിറ്റൽസ് കുറയുന്നില്ല. മനസ്സിലായില്ലേ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൂടുന്നു, അതുപോലെ തന്നെ രോഗികൾ കൂടുന്നു, അല്ലാതെ രോഗികൾ കുറയുന്നില്ല. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു ഹാർട്ട് ബ്ലോക്ക് വന്ന ഒരു വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വരാതിരിക്കാനുള്ള അവബോധം കൊടുത്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുള്ളി പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുമ്പോൾ ഹാർട്ട് ഹെൽത്തി ആവും. അതാരും അവബോധം ആരും കൊടുക്കുന്നില്ല. ട്രീറ്റ്മെൻ്റ് ഉണ്ട് എല്ലാത്തിനും, പക്ഷെ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കങ്ങനെയല്ല, കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ ചെയ്താലും റിസൾട്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ എഫേർട്ട് നിങ്ങൾ എടുക്കണം, വിശ്വാസം നിങ്ങൾ എടുക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോയിൻറ്റ് ഫിക്സ് ചെയ്ത് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് പഠിച്ചൊരു സ്റ്റുഡൻറ്റ് തന്നെ നേഴ്സാണ്. അപ്പോൾ അത് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്,
സാറേ ഞാൻ നേഴ്സാണ്, അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ കൺസൾട്ടേഷന് വേണ്ടി ഫോൺ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്ന സമയത്ത് പോകുന്നു, പോയി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം 2-3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടായിരിക്കും പോകുന്നത്, അല്ല ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ടായിരിക്കും പോകുന്നത്. അവിടെ ചെന്ന് ചിലപ്പം മണിക്കൂറോളം ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല, പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് പോലും കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല. ഒന്ന് ചെന്നു നോക്കി റിപ്പോർട്ട് എന്താ, അല്ലെങ്കിൽ അവരവിടുന്ന് ടെസ്റ്റിങ്ങിന് എഴുതി കൊടുത്തു, റിപ്പോർട്ട് കൊണ്ടുവരൂ, ആ റിപ്പോർട്ട് നോക്കി ഉടനെ മെഡിസിൻ കൊടുക്കുന്നതല്ലാതെ അവരുടെ ഓവറായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് കേൾക്കാനോ അല്ല കൃത്യമായിട്ടുള്ള ഡയഗ്നോസും ഡോക്ടർ പണ്ടുള്ള കാലത്ത് നോക്കുന്നത് കണ്ണിൽ നോക്കി, വായിൽ നാക്ക് നോക്കി, കയ്യെ തൊട്ട് പൾസ് അല്ലേ, ഇതൊന്നും പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫാക്റ്റെല്ലാം ചോദിച്ച് ഇതൊന്നും ഇന്ന് പറ്റുന്നില്ല. അത്രയും തിരക്കാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പം അത്രയും ശുഷ്കാന്തിയോടുകൂടി ക്ഷമയോടുകൂടി അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഏരിയ വന്ന് അതിൽ ഒരു 4-1 പേഷ്യൻസ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഏത് രോഗത്തിനും നമുക്ക് മാറ്റം ഉറപ്പാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഇതൊരു കൊറിയൻ സിസ്റ്റമാണ് അല്ലേ, കൊറിയൻ തെറാപ്പിയാണ്. പാക് ജോ വു അല്ലേ, അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത്. 1980s ഇത് വന്നതെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം കൊറിയയിലായിരിക്കുമല്ലോ ആദ്യം അദ്ദേഹം പരീക്ഷിച്ചതും അല്ലേ, അതൊരു സ്പിരിച്വൽ ഹീലറാണ്. അപ്പം അദ്ദേഹം വഴി നമുക്ക് ലോകമെമ്പാടും ഈ ഒരു സംഭവം എത്തിക്കഴിഞ്ഞു. അപ്പം ഇപ്പം ഏത് രോഗത്തിന് വേണമെങ്കിലും ഈ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഹീലിംഗ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ജനങ്ങളിലേക്ക് എത്തിച്ച കാര്യം. ഇപ്പോൾ ഒരുപാട് പേർക്കും ഈ തെറാപ്പിയെ പറ്റി വളരെ പരിചിതമാണ്. എനിക്കറിയാം, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ ഇപ്പോൾ ഈ തെറാപ്പി ചെയ്യുന്നുണ്ട്. അതിനുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ വീട്ടിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്, തെറാപ്പി സെഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി ഒരുപാട് പേർക്ക് എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് സാറ് പറയുന്ന പോലെ ആ നിമിഷം തന്നെ മാറിപ്പോകുന്നവരുണ്ട്. ഇപ്പോൾ മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾ, അതല്ലെങ്കിൽ മറ്റ് ജലദോഷമോ അല്ലെങ്കിൽ വയറുവേദനയോ കാലുവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ നിമിഷം മാറിപ്പോകുന്ന അസുഖങ്ങളുണ്ട്. ചിലത് ടൈം എടുത്താണ് പോകുന്നത്. അപ്പോൾ ചില സീരിയസ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെയാണ് ഈ പറയുന്ന ഹാർട്ട് ബ്ലോക്ക്, വെരിക്കോസ് വെയിൻ വരുന്നത്, മുട്ട് തേയ്മാനം, ലിവർ സിറോസിസ്, പിന്നെ അതുപോലെയുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. സ്കിൻ ഡിസീസസ് തന്നെ പലതരത്തിലുണ്ട്. പിന്നെ അല്ലാതെ ഹോർമോൺ ഇംബാലൻസസ് കൊണ്ടുവരുന്ന പീരീഡ്സ് ക്രാംസ്, മറ്റ് പ്രശ്നങ്ങൾ, ഹെയർ ഗ്രോത്ത്, എക്സസീവ് ഹെയർ ഗ്രോത്ത് ഒക്കെ മുഖത്ത് ശരീരത്തിലൊക്കെ ഉണ്ടാകുക ഒരുപാട് പെൺകുട്ടികൾക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ആൺകുട്ടികൾക്കാണെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് ചിലർക്കൊരു ഫെമിനിൻ ഹോർമോൺ കൂടിയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൺകുട്ടികളുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ പലതരത്തിലുള്ള ഇഷ്യൂസാണ് പലരും ഫേസ് ചെയ്യുന്നത്. പ്രായത്തിൻ്റെ അഡോളസൻ പീരീഡിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ടീനേജ് പ്രായത്തിൽ ഫേസ് ചെയ്യുന്നത്, പിന്നെ വരുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഫാമിലി പ്രോബ്ലംസ്, ഇങ്ങനെ നിരന്തരം ഓരോ ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സാറ് പറയുന്ന സുജോഗ് തെറാപ്പിയിൽ അതിനുള്ളൊരു പരിഹാരം ഉണ്ടെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതിന് പല തലത്തിങ്ങളിലായിട്ടാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ജെനറ്റിക് ആയിട്ട് പറയില്ലേ, ഇപ്പം ചില ആൾക്കാരുടെ ശരീരം ഭയങ്കര ഡ്രൈനെസ് ആണ്, എപ്പോഴും എന്താ പറയുക ഡ്രൈ ആയിട്ടിരിക്കും. അതല്ല ഡ്രൈനെസ് ആയിരിക്കും, ഡ്രൈനെസ് എക്സസ് ആയിരിക്കും. അപ്പോൾ ചിലരുടെ കൈ പെട്ടെന്ന് പൊട്ടും, ഇപ്പം ചിലരുടെ കൈ വെട്ടായിരിക്കും, വേർക്കുന്ന കൈകൾ. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് സുജോക്കിൽ കൂടെ ചെയ്യാം, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഡ്രൈനെസ് എക്സസ് ആയിട്ടുള്ളത് 2-3 പേര് എൻ്റെ വന്നിട്ട് ആദ്യത്തെ സെക്ഷൻ ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞാൽ എനിക്ക് കയ്യിൽ സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. 2 സിറ്റിങ് ചെയ്തപ്പോൾ പറഞ്ഞ് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജനറ്റിക് എന്ന് പറയുന്ന ഒരു സാധനം സുജോക്കിനകത്തില്ല, നമുക്കത് നല്ല രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ടുള്ളതുണ്ട്. അത് ഈ പറയുന്ന ഹാർട്ട് ബ്ലോക്ക് ആയാലും, മുട്ട് തേയ്മാനായാലും, സൈക്കോസോമാറ്റിക് പ്രോബ്ലം ആയാലും, മെൻ്റൽ ഇഷ്യൂസ് ആയാലും, എനി ഇഷ്യൂസ് ആയാലും കൃത്യമായിട്ട് ഒരു പേഷ്യൻ്റ് മാറണമെന്ന് ആഗ്രഹിച്ച് സഹകരിച്ച് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ 100% നമുക്ക് സുജോക്കിനകത്ത് രോഗം മാറും അല്ലെങ്കിൽ പരിഹാരമുണ്ടെന്നുള്ളത് നമുക്ക് 100% തറപ്പിച്ച് പറയാം. അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് താല്പര്യമുള്ളവർക്ക് മരുന്ന് കഴിക്കാം. ഒരിക്കലും നമ്മൾ മരുന്ന് കഴിക്കരുത് എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. അത് അവരുടെ
ഇഷ്ടമാണ്, ചില ആൾക്കാർ ശീലിക്കുന്നതാണ്, ചില ആൾക്കാർ എന്ത് കഴിച്ചാലും മരുന്ന് കഴിച്ചേ പറ്റൂ. ഈ പലപ്പോഴും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ രക്തക്കുറവും ഒക്കെ ഒത്തിരി പേർക്ക് കാണാറുണ്ട്. അപ്പം അങ്ങനെ ഡെഫിഷ്യൻസി ഇപ്പോൾ വിറ്റമിൻ ഡിയുടെ കാര്യം തന്നെ കേൾക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി പേർക്കും ഇത്രയും സൂര്യപ്രകാശം കിട്ടിയിട്ട് പോലും അത് കുറവാണ്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം എന്ന് പറയുന്നത് നമ്മൾ കാലത്തെ ഒരു 10 മണിക്ക് മുമ്പുള്ള സൂര്യപ്രകാശമാണ്. ആണെങ്കിൽ പോലും പലർക്കും ഒത്തിരി പേർക്ക് അത് കുറവായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം മിക്കവരും സപ്ലിമെന്റ്സ് എടുക്കുന്നവരാണ്. ഇപ്പോൾ സിങ്ക് ആണെങ്കിലും മാഗ്നീഷ്യം ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിറ്റമിൻ സി, വിറ്റമിൻ അതെ. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി വെജിറ്റബിൾസ് ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് പക്ഷെ അത് ആഗിരണം ചെയ്യണമെന്നില്ല. നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ചെന്നാലും അത് നമ്മുടെ സെൽസ് വലിച്ചെടുക്കണമെന്നില്ല രക്തത്തിലേക്ക്. അതിനാണ് നമ്മുടെ സിസ്റ്റം, അതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ ചെയ്യാന്ന് പറയുന്ന ഉദ്ദേശം. ഇപ്പം നമ്മൾ ആയുർവേദം ചെയ്യുന്നത് അത് തന്നെയില്ല. ആദ്യം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ ചെയ്യുക. അത് ക്ലെൻസ് ചെയ്ത് കൃത്യമായി കഴിയുമ്പോൾ മാത്രമേ ഇതെല്ലാത്തിനെയും ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള കഴിവിലേക്ക് നമ്മുടെ സിസ്റ്റങ്ങൾ എനർജൈസ് ആകുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസും പിന്നെ ഓർഗൻസും എല്ലാം ക്ലിയർ ചെയ്യല്ലേ. ഓർഗൻ എല്ലാം ക്ലിയർ ചെയ്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിന്, മൈൻഡ് എല്ലാം ചെയ്യുമ്പം ദീസ് എല്ലാം വരും. പിന്നെ ബാക്കിയുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തണം. ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മകളാണോ, ഇന്നതാണോ നമ്മൾ ഒന്നും അനാലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് പേഷ്യൻ്റ് സഹകരിക്കണം. കഴിക്കുന്ന ഓരോ ആഹാരത്തെയും നമ്മളൊന്ന് അനാലൈസ് ചെയ്യണം. ഏതൊക്കെ കഴിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്, അല്ല ഡൈജഷൻ്റെ പ്രോബ്ലം കൂടുതലുണ്ടാകുന്ന, ബോൾ മൂവ്മെന്റ് പ്രോബ്ലം വരുന്ന എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. അത് ഇപ്പം ഒരുപാട് കാണുന്നതാണ്. ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് ചെന്നിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം റൈസ് അല്ലെങ്കിൽ വീറ്റൊക്കെ ഏറ്റവും കുറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പം മില്ലറ്റ്സിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടമാണ് കണ്ടിരിക്കുന്നത്. രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കണം എന്ന് പറയുന്ന ആൾക്ക് കാർബോഹൈഡ്രേറ്റിന്റെ, അല്ലെങ്കിൽ രാത്രി ലേറ്റ് ആയിട്ട് കഴിക്കരുതെന്നും 7 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ ഇത്ര നേരം ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സുജോക്കിൽ അങ്ങനെയുള്ള അല്ല, എന്നാന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഏറ്റവും നല്ലത് ഓരോ വ്യക്തിയുടെ. അപ്പോൾ അവരുടെ മൈൻഡ് ലെവലും ബോഡി ലെവലും അവർക്ക് ആചരിച്ച് പോകാൻ പറ്റുന്ന. ഇപ്പോൾ ഒരാൾക്ക് 3 നേരം ആഹാരം കഴിച്ച് ശീലിച്ച ഒരാളോട് നമ്മൾ എന്താ പറയുക 2 നേരം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് അവിടെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? 3 നേരം കഴിച്ചോ, പക്ഷെ ഒന്ന് ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ക്വാണ്ടിറ്റി കുറയുന്ന അനുസരിച്ച് പിന്നെ പുള്ളിക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പുള്ളി ഇത് കണക്ട് ആവും. അല്ലാതെ നമ്മൾ 3 നേരം കഴിക്കുന്ന ആൾക്കാരോട് പറയുക നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക, 1 നേരം ആഹാരം മാത്രം കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവരുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അവർക്ക് 3 നേരം ഒന്ന് കുറച്ച് കൊണ്ടുവന്നാൽ നല്ല. അതെങ്ങനെയാണ്? ഗ്രാജുവലിയാണ്, ഒറ്റയടിക്ക് കുറയ്ക്കരുത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ പുള്ളി അതുമായിട്ട് ബോഡിയും മൈൻഡും എല്ലാം കണക്ട് ആകുമ്പോൾ അവർക്കതൊന്നൊരു ബാഡനായിട്ട് തോന്നില്ല. ഇത് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുമ്പോഴത്തേക്കിനാണ് ബോഡി തന്നെ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്, മൈൻഡ് സമ്മതിക്കുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുമ്പോൾ ആകെപ്പാടെ വെളുക്കാൻ തേച്ച് പാണ്ട എന്ന് പറഞ്ഞ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോഡിയുടെ അനാട്ടമിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാത്തുണ്ട്. ഒരാൾ പറഞ്ഞതുകൊണ്ട് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും ആ വ്യക്തിയുടെ. അതെ, ഈ ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ സുജോക് തെറാപ്പി എന്നുള്ള വാക്കായിരിക്കും ചിലപ്പോൾ ചിലർക്ക് അത്ര കേട്ടിട്ടില്ലാത്ത. പക്ഷേ ഈ അക്യുപ്രഷർ, അക്യുപങ്ചർ എന്നൊക്കെ മിക്കവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നീഡിൽസ് കുത്തി വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ സാറിൻ്റെ ഈ തെറാപ്പിയിൽ അധികം നീഡിൽസ് യൂസ് ചെയ്യുന്നില്ല. ഞാൻ നീഡിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നീഡിൽ ചെയ്യുന്നില്ലെന്നല്ല. ഞാൻ കളർ തെറാപ്പിയിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്. കളർ തെറാപ്പി സുതാര്യമാണ്. കുറച്ചുകൂടെ ആൾക്കാർക്ക്, കൊച്ചു കുട്ടികൾക്ക് നമുക്ക് കടലിൽ കൂടി അത്ഭുതകരമായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാകും. സീഡിങ് ചെയ്ത് നല്ല രീതിയിലുണ്ടാവും. പിന്നെ ചില ആൾക്കാർക്കുണ്ട് നീഡിൽ കുത്തുന്നതിന് കുഴപ്പമില്ല. കാരണം നീഡിൽ കുത്തിക്കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യുന്നതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ചിലർക്ക് ഇപ്പോഴും പേടിയുള്ള ആൾക്കാരുണ്ട് നീഡിൽ കുത്തുന്നത്. എനിക്ക് പോലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കുത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് ചില സമയങ്ങളിൽ. പോകാത്തത് കൊണ്ടും അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്താണ് അത്? കുത്തുന്ന ആൾക്കാർക്ക് എന്താ കുത്തിക്കോട്ടെ, അതിന് നോ ഒബ്ജെക്ഷൻസ്. ഓരോരുത്തർ വ്യക്തിക്ക് ചിലർക്ക് വേദനയൊന്നുമില്ല, അത് ചെറിയ ഉറുമ്പ് പിടിക്കുന്ന പോലും വേദനയില്ല. പക്ഷെ അതിനേക്കാൾ എഫക്റ്റീവാണ് ഇതൊന്നും, അങ്ങനെയൊന്നും പറയാനും പറ്റില്ല. ഇല്ല, പക്ഷെ കളർ തെറാപ്പി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സുതാര്യമാണ്, ഹയറാണ്. അപ്പം അതിൻ്റെ കൂടിയേ നമ്മൾ നീഡിലും കുത്താറുണ്ട്, ഹൈ ഡോസ് ആവും.
അപ്പോൾ കുറച്ചുകൂടെ ക്യൂറിങ് ഫാസ്റ്റ് ആവും. അങ്ങനെ ഓവർഡോസായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് കുറച്ചുകൂടെ എനർജി കൂടുതൽ കൊടുത്താൽ ആ വ്യക്തിയുടെ ഓർഗൻ അല്ലെങ്കിൽ ബോഡി അക്സെപ്റ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കളർ തെറാപ്പിയും ചെയ്യാം, നെയിലും കൂടെ ചെയ്യാം. എന്നിട്ട് രാത്രി കിടക്കാൻ തന്നെ സീഡ് തെറാപ്പിയും ചെയ്യുന്നു. അപ്പോൾ എന്താ, പുള്ളിക്ക് അത് ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്, ബോഡി ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഫോളോ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചികിത്സ ചെയ്യും. ഏത് രോഗമായിക്കോട്ടെ, അത് ഓട്ടിസം ആയാലും നമുക്ക് നല്ല രീതിയിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാവുന്ന സെക്ഷൻസാണ് ബൈപ്പോളർ ഡിസോർഡർ. ബൈപ്പോളർ ഡിസോർഡർ നമ്മുടെ ഫസ്റ്റ് വീഡിയോക്കകത്ത് ഒരാൾ വന്നിട്ട് 2 സെറ്റിങ്ങിൽ 80% അദ്ദേഹം റിസൾട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ 3-4 പേരുണ്ട്. എനിവേ നല്ല രീതിയിൽ അത് ഓരോരുത്തരുടെ എത്രത്തോളം ക്ഷമയോടുകൂടി വരുന്നു, കൂടുതൽ ചെയ്യണം താല്പര്യമുള്ളവർക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂർണ്ണമായിട്ട് മാറും. ചിലർക്ക് സമയം കൂടുതൽ എടുത്തെന്നിരിക്കാം, ഡിപ്പെൻസ്. അപ്പോൾ അത് സഹിച്ചേ പറ്റുള്ളൂ. നമുക്ക് ആ രീതിയിലുള്ള മാജിക്കൊന്നും മോളിയിരിക്കുന്ന അദ്ദേഹത്തിനേക്കാളും കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ അലോപ്പതി ചെയ്താലും ഹോമിയോ ചെയ്താലും മെഡിക്കൽ ഇത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെയാണ്. ഇതെല്ലാം സുജോക്കും ദൈവത്തിൻ്റെയാണ്. ദീസ് ഓൾ റിക്വയർഡ്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്കത് യൂസ് ചെയ്യാം. ചിലർക്ക് അലോപ്പതിയും അതിൻ്റെ കൂടെ ഹോമിയോ ചെയ്യാം, ചിലർക്ക് അലോപ്പതിയുടെ കൂടെ സുജോക്ക് ചെയ്യാം, ചിലർക്ക് അക്യുപഞ്ചർ ആയിരിക്കാം, ചിലർക്ക് അക്യുപ്രഷർ ആയിരിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടവും. മാഗ്നറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൂളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അത് സ്പോട്ടിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഏത് തെറാപ്പി ചെയ്താൽ, ഞാൻ അക്യുപഞ്ചർ, അക്യുപ്രഷർ, റിഫ്ലക്സോളജി, സുജോക്ക്, പിന്നെ സ്റ്റെം സെൽ അക്യുതെറാപ്പി, ക്വാണ്ടം തെറാപ്പി, ഓറിക്കുലർ തെറാപ്പി, ഇതെല്ലാം പഠിച്ചതാണ്. അപ്പം സുജോക്കിനകത്ത് ഉള്ളതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി എങ്ങനെയാണോ അത്ര കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പല രീതിയിലുള്ള കറസ്പോണ്ടൻസ് പഠിച്ച് അത് സ്ട്രക്ചറൽ ലെവലിലും കറസ്പോണ്ടൻസ് ലെവലും ഫങ്ഷണൽ ലെവലും ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോകുന്ന വേറെ ഒരു സിസ്റ്റം ഇല്ല. പിന്നെ നമുക്ക് പറഞ്ഞു ഇമോഷണലി നമുക്ക് 22 ഇമോഷൻ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഹയറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 88 ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അത്ര ഡീപ്പായിട്ട് ഇമോഷനെ നമുക്ക് കറക്റ്റ് ചെയ്ത് ക്യൂർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ സുജോക്കിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ സുജോക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നതും ഇത്രത്തോളം ചെയ്യുന്നതും. നമ്മുടെ പ്രപഞ്ചം തന്നിരിക്കുന്ന അത്രയും വലിയൊരു ഗിഫ്റ്റാണ് സുജോക്ക് തെറാപ്പി എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ചിലവ് കുറഞ്ഞതെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പം വളരെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയും കൂടിയാണ്. അപ്പം ഇത്തരം ഒരു തെറാപ്പിയെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരോടും നമ്മളോടും ഒക്കെ സംസാരിച്ച് താങ്കൾക്ക് വളരെയധികം നന്ദി. അപ്പം ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂഷനായിട്ട് ഇനിയും നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. എറണാകുളം തൃപ്പൂണിത്തുറയാണ് സാർ താമസിക്കുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ തെറാപ്പിയെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കണം, അറിയണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക. ഇതൊരു വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം. താങ്ക് യു.